ഹലോ, എൻ്റെ പേര് ഡാലിയ. ഞാൻ BSc കെമിസ്ട്രിയാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞു. പിന്നെ B.Ed ചെയ്തു. അപ്പോൾ എനിക്ക് ഒരുപാട് ഡിഗ്രി ചെയ്യുമ്പം തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു MSc എന്തായാലും എടുക്കണം എന്നുള്ളത്. പക്ഷേ കൊറോണയൊക്കെ ആയി ആ ഒരു ടൈം ആയപ്പം ഞാൻ കെമിസ്ട്രീന് അത്ര ഇഷ്ടപ്പെട്ടെടുത്ത കെമിസ്ട്രി പിന്നെ വല്ലാതെ ഞാൻ മടുത്തുപോയി. പക്ഷേ പിന്നെ എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര പാഷനായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് എന്താക്കി കുറച്ചും കൂടി നോളജ് അക്വയർ ചെയ്യാൻ പറ്റും. PG പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്താൽ നല്ല ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് കെമിസ്ട്രീൻ്റെ എല്ലാ മേഖലയെ കുറിച്ചും അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം അന്ന് തന്നെ. അപ്പം ആ ഒരു ആഗ്രഹത്തോടെ എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും എനിക്ക് PG എന്തായാലും അക്വയർ ചെയ്യണമെന്ന്. അപ്പം ഇപ്പം എനിക്ക് B.Ed കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഡിസ്റ്റൻ്റായി PG എടുക്കാമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ 3rd ഇയർ മുതൽ തന്നെ ഞാൻ ടീച്ചിങ് എടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2021 ഡിഗ്രി കഴിഞ്ഞത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് 2025 വരെ, അതായത് ഇപ്പം ഒരു 4 ഇയേഴ്സായിട്ട് ഞാൻ ഓൺലൈൻ ടീച്ചിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്, ഈവൻ +2 വരെയുള്ള സ്റ്റുഡൻസിന്. അപ്പോൾ എനിക്ക് ടീച്ചിങ് അത്ര ഇഷ്ടമാണ്. ടീച്ചിങ് എനിക്ക് നിർത്താൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഇപ്പം തന്നെ PG എടുക്കാമെന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം. പിന്നെ ഈ ടീച്ചിങ് നിർത്തരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് PG ഞാൻ എന്താക്കി ഡിസ്റ്റൻ്റായി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ കോളേജ് ലൈഫൊക്കെ എല്ലാം എൻജോയ് ചെയ്തതാണ്. അപ്പോൾ ഇനിയും ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒരു ആഗ്രഹമില്ല. അപ്പോൾ ടീച്ചിങ് ചിലപ്പം ടെമ്പററി ആയിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ നിർത്തേണ്ടി വരും, കാരണം കോളേജിൽ പോവുക ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഡിസ്റ്റൻ്റായിട്ട് ഇഗ്നോയിൽ ഈ ഒരു PGക്ക് ചേരാൻ, MSc കെമിസ്ട്രിക്ക് ചേരാനുള്ള കാരണം. ഇപ്പം ഞാൻ ഓഫ്ലൈനായിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട്. ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ് എന്നുള്ളതേ ഉള്ളൂ. കാരണം മോർണിംഗ് മുതൽ ഒരു ഈവനിങ് വരെ എനിക്ക് ഓഫ്ലൈനായിട്ട് പോകേണ്ടി വരും. ഞാനിപ്പം ഒരു സ്കൂളിലും പിന്നെ വേറെ 2 ഇൻസ്റ്റിറ്റ്യൂഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൺലൈനായിട്ട് ഞാൻ പേഴ്സണലിയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയും ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡെയിലി എടുക്കുകയാണെങ്കിൽ ഞാനൊരു നൈറ്റ് വരെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. പിന്നെ ഞാൻ നൈറ്റ് ഇരുന്നിട്ടാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഫ്രീ കിട്ടുമ്പോഴാണ് ഞാൻ എന്താക്കുക, എൻ്റെ ഈ ഒരു MScൻ്റെ ക്ലാസ് കാണുക. പിന്നെ വലിയൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് MSc ഇപ്പം പഠിക്കുമ്പോൾ എനിക്കൊരു ബേർഡൻ ആയിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാം ഭയങ്കര സിമ്പിളായിട്ട്. കാരണം ഞാൻ +2 വരെ, +1 +2 മെയിൻലി NCERT എനിക്ക് ഞാൻ അന്ന് മുതൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരുവിധം എല്ലാ സെക്ഷനും എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് എനിക്ക് MSc പഠിക്കുമ്പോൾ അത്ര ഒരു ബേർഡൻ ആയിട്ടൊന്നും ഇപ്പം എന്തായാലും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ഫാമിലിയൊക്കെ അത്രയും സപ്പോർട്ടിങ്ങും, പിന്നെ എൻ്റെ അമ്മയും അച്ഛനും ആരാണെങ്കിലും, പിന്നെ എനിക്കൊരു സിസ്റ്ററാണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയതുകൊണ്ട് എനിക്കിപ്പം പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ലൈഫിൽ ഒരു കാര്യത്തിലും ഒരു കേസിലും എനിക്കൊരു റിസ്ക്കും അനുഭവിക്കേണ്ടി വന്നിട്ടേ ഇല്ല. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇപ്പം ഈ ഒരു ലേൺ വൈസിനെ കുറിച്ച് അറിയാൻ കാരണം ഞാൻ ഇഗ്നോ അങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന്, ഇഗ്നോ MSc കെമിസ്ട്രി എടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക. കാരണം ഡിസ്റ്റൻ്റ് ആണ്. ഞാനിങ്ങനെ പലരും പറഞ്ഞേ കേട്ടിട്ടുണ്ട്, കാരണം നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കേണ്ടി വരും, വേറെ എക്സ്ട്രാ കിട്ടൂലെന്ന്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ് ഈ ലേൺ വൈസിനെ കുറിച്ചിട്ട്. അങ്ങനെ ലേൺ വൈസിൽ പിന്നെ ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവർ ക്ലാസ്സൊക്കെ അയച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ക്ലാസ്സാണ്. കാരണം അവരുടെ PPTയും സ്ലൈഡും ഒക്കെ, പിന്നെ അവർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ്, അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ചെയ്യാന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ലേൺ വൈസിൽ എത്തിയത് തന്നെ. അത് ശരിക്കും നല്ല ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇപ്പം എനിക്കൊരു മെൻറ്റർ ഉണ്ട്, ഷഫ്ന എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടിങ്. അതുപോലെ അത്രയും ക്ഷമ എന്ന് പറയുന്നതിൻ്റെ അങ്ങേയറ്റുണ്ട്. കാരണം ഒന്നാമത് എൻ്റെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ കൊണ്ട് എനിക്കിപ്പം മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കോൾ എനിക്ക് ഒരു ടൈമിലും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. എപ്പം പാവം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഒരു ടൈമിലും കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയൂല. അല്ലെങ്കിൽ എനിക്ക് കട്ടാക്കേണ്ട കേസ്, കാരണം ക്ലാസ്സിലാണെങ്കിൽ ഞാൻ കട്ടാക്കും. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യും, ക്ലാസ് കാണുന്നില്ലേ. അതുപോലെ തന്നെ ഇനി ഇൻ കേസ് ഞാൻ ഇപ്പോൾ ഓരോന്നും ഇപ്പം ഇതുപോലെ ഗൂഗിൾ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ ഇത്ര ലാഗായാലും എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോഴാണെങ്കിലും ചെയ്യണം. അത്രയും ക്ഷമ എന്ന് പറയുന്നതിൻ്റെ അത്രയും ഉള്ളൊരു വ്യക്തിയാണ്. സോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. കാരണം അങ്ങനത്തെ ഒരു മെൻറ്ററിനെ കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു ലക്ക്, ഭാഗ്യം തന്നെ വേണം. കാരണം പല മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ക്ഷമ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഒരു റെസ്പോൺസ്, കാരണം എൻ്റെ റെസ്പോൺസ് അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ മനഃപൂർവ്വം ചെയ്യില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മെൻറ്ററിനോട്, കാരണം ഞാൻ ഭയങ്കര ടൈറ്റായിട്ടാണ്. ഈവൻ ക്ലാസ് പോലും എനിക്ക് കാണാൻ ഇപ്പോൾ കുറച്ചായിട്ട് പറ്റാറില്ല. കാരണം വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്കും അതുപോലെ ക്ലാസ്സും ഒക്കെ കൂടിയിട്ട് ഞാൻ ഭയങ്കര ടൈറ്റാണ്. പക്ഷേ ആള് എനിക്ക് ഫുൾ സപ്പോർട്ടിങ് ആയി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ, ഇപ്പം വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ചോദിച്ച് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ല മെൻറ്ററാണ്.
സോ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ആ MSc കഴിയുന്നവരെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒന്നും ടെൻഷൻ അടിക്കണം. കാരണം എന്തുണ്ടെങ്കിലും എന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് അതാക്കും. അപ്പം ഞാൻ തന്നെ വിചാരിക്കും ദൈവമേ ഞാൻ എന്നിട്ടും എന്താ, കാരണം എൻ്റെ ഷെഡ്യൂൾ കൊണ്ടാണ്. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കും അയ്യോ എത്ര നല്ല മെൻറ്ററാണ്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ലൈഫിൽ ഭയങ്കര തിരക്കുണ്ടാവുമല്ലോ, പക്ഷെ അവരുടെ ജോലി അവർ പെർഫെക്റ്റായി ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ലേൺ വൈസിലെ ക്ലാസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം കുറച്ചായിട്ട് എനിക്ക് കാണാൻ പറ്റുക. അതും അതുപോലെ നല്ല ക്ലാസ്സസ് തന്നെയാണ്. പിന്നെ എനിക്ക് കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായി ഇതുവരെ തോന്നിയിട്ടില്ല. ഒന്നാമത് അതാണ്. അപ്പം ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. സോ എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഭയങ്കര പാഷനാണ്. ടീച്ചിങ് വിട്ട ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഡാലിയ നീ എന്തിനാ അത്ര ടൈറ്റ് ഷെഡ്യൂൾ എടുക്കുന്നത്. പക്ഷേ എന്നെ ഇങ്ങനെ ഓരോ സ്റ്റുഡൻസ് അപ്രോച്ച് ചെയ്യും എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് കാരണം അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കാറാണ്. കാരണം എനിക്ക് അത്രയും നല്ല ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പം വരാറുണ്ട് ഇൻഡിവിജ്വൽ ട്യൂഷന് വേണ്ടിയിട്ട് ഒരുപാട്. അപ്പം എനിക്ക് ഭയങ്കര ടൈറ്റ് ഒന്നിനും ഫ്രീ ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ എത്ര സ്റ്റുഡൻസ് വന്നാലും ഞാൻ എൻ്റെ ടൈമൊന്നും നോക്കല്ല. ഞാൻ അതിനുവേണ്ടി ഫുള്ളി ഇപ്പം ഒരു വർക്ക് ഹോളിക്ക് പോലെ അത്ര ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഓരോ സ്റ്റുഡൻസിനെ ഇങ്ങനെ ഏറ്റെടുത്ത് അവർക്ക് മാക്സിമം മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ അത്രയും സെറ്റാക്കിയിട്ടാണ് കെമിസ്ട്രീനെ കൊടുക്കാറുള്ളത്. അതുപോലെ ഞാൻ ഫിസിക്സും മാത്സും ഡീൽ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് MSc കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു അതായത് ടീച്ചിങ്ങിൽ ഏറ്റവും വെൽ ഏബിൾ ആവണമെന്നാണ് എനിക്ക് ആഗ്രഹം. പിന്നെ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് കാരണം അതായത് എല്ലാ സ്ഥലത്തും ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. അതായത് അവരിപ്പോൾ എന്തുണ്ടെങ്കിലും എന്നോട് ഫസ്റ്റ് സജഷൻ ചോദിക്കും, അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അറിയിക്കും. അതായത് അങ്ങനെ ഒരു ടീച്ചർ ആസ് എ ഫ്രണ്ട്, അങ്ങനെ എല്ലാ കാര്യത്തിലും അവർക്ക് ഫുള്ളി സപ്പോർട്ടിങ് ആയിട്ട് ലൈഫ് ലോങ് അവർക്ക് മറക്കാത്തൊരു വ്യക്തിയായിട്ട് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയായിട്ട് നിലനിൽക്കണം എന്നാണ് എൻ്റെ വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നോർമൽ പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു ടീച്ചർ അതിന് പുറമെ എനിക്ക് നമ്മളെപ്പോഴും റിമെമ്പറിങ് ആയിരിക്കണം. നമ്മളൊരാളുടെ ലൈഫിൽ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഈ ഒരു 4 കൊല്ലത്തെ ഒരു ഓൺലൈനായിട്ട്, ഓഫ്ലൈൻ ഞാൻ ഇപ്പം BEd കഴിഞ്ഞേരെയാണ് തുടങ്ങിയത്. പക്ഷേ ഒരു 4 കൊല്ലത്തെ ഓൺലൈൻ ടീച്ചിങ്ങിൽ നിന്ന് തന്നെ എനിക്ക് അത്രയും നല്ല കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര എന്നെ തന്നെ കാരണം ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിലപ്പോൾ അഭിമാനിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും ഇപ്പം അമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പം എന്നെയും അനിയത്തി ഇതുപോലെ ടീച്ചിങ് എടുക്കും. അപ്പം ഞങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു മൊമെൻറ്റിലൊക്കെ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നാറുണ്ട്. കാരണം എൻ്റെ ആണെങ്കിലും അനിയത്തിൻ്റെ ആണെങ്കിൽ ഭയങ്കര വലിയ ആഗ്രഹം പറയുന്നത് കാരണം എൻ്റെ അമ്മയ്ക്കും അച്ഛനും കാരണം ഭയങ്കര പ്രൗഡും അതുപോലെ ഹാപ്പി ആവണം എന്നാണ്. അപ്പം അതാണ് എൻ്റെ വലിയ ഡ്രീം എന്ന് പറയുന്നത്. അപ്പം ദിസ് ഈസ് ഓൾ അബൌട്ട് മീ. ഓക്കെ.